നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ തിയേറ്ററുകളിൽ ഇപ്പോൾ റിലീസായിരിക്കുന്ന ഡെക്കോയിറ്റ് എ ലവ് സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകനും നായികയും ഉരുകി ഉരുകി ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ താൻ ചെയ്യാത്ത കുറ്റത്തിന് നായകൻ ജയിലിൽ പോകുന്നു. ഇതിന് ദൃക്സാക്ഷിയായി കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞത് നമ്മുടെ നായിക തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് 10-13 വർഷം ജയിലിൽ കഴിഞ്ഞ നായകൻ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവന്റെ മനസ്സിലുള്ള ഒരേയൊരു ദേഷ്യം അല്ലെങ്കിൽ കണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇവൾ തന്നെയാണ് ഈ ലോകം എന്ന് കരുതി എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായ തന്നെ താൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞ് ഇത്രയും കാലം ജയിലിലാക്കിയല്ലോ എന്നതാണ്. പുറത്തിറങ്ങി അവളെ പ്രതികാരം ചെയ്യണമെന്ന വെറിയോടെ നായകൻ കളത്തിലിറങ്ങുകയാണ്. ഇതിനുശേഷം ഈ കഥയിൽ എന്താണ് സംഭവിച്ചത്? ഇതാണ് ഈ സിനിമയുടെ മൊത്തം കഥ. ഈ റിവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവനായി ക്ഷമയോടെ കേട്ടതിനു ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് നായകനായ അതിവി ശേഷം സംവിധായകൻ ഷനിൽ ഡിയോയും ചേർന്നാണ്. ഷനിൽ ഡിയോ തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ക ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി ഒരു കമേഴ്ഷ്യൽ സിനിമയായി വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഉദ്വേഗജനകമായും മറുഭാഗത്ത് വലിയ വൈകാരികമായും ആക്ഷൻ രംഗങ്ങളാലുമൊക്കെ എല്ലാ കാര്യങ്ങളും ചേർത്താണ് ഈ ടീം സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം 3 പേരെ പറയണം. ഒന്ന് നായകനായ അതിവിശേഷ്, രണ്ടാമത് നായികയായ മൃണാൾ ഠാക്കൂർ, മൂന്നാമത് ഒരു സിൻസിയർ പോലീസ് ഓഫീസറായി വരുന്ന അനുരാഗ് കശ്യപ്. ഈ 3 കഥാപാത്രങ്ങളുടെ ആർക്കുകളും സൂപ്പറായിരുന്നു. 3 പേരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പ്രകാശ് രാജ്, സുനിൽ, അതുൽ കുൽക്കർണി തുടങ്ങിയ സൈഡ് കഥാപാത്രങ്ങളും ഭേദപ്പെട്ട രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കലാകാരന്മാരും അവർക്ക് ആവശ്യമുള്ളത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിംഗ് എന്നിവ തീർച്ചയായും സിനിമയുടെ വലിയൊരു കരുത്താണ്. സൗണ്ട് ഡിസൈനിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും ഇതിൽ ചേർക്കാം. ടെക്നിക്കലി സിനിമ എത്രത്തോളം മികച്ചതാകാമോ അത്രത്തോളം നന്നായി അവർ ചെയ്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തിരക്കഥ നല്ല കരുത്തുറ്റതാണെന്ന് ഞാൻ പറയും. ഒരിടത്തും സിനിമ ബോറടിപ്പിക്കുന്നു എന്ന തോന്നൽ അവർ നൽകുന്നില്ല. അടുത്ത് എന്ത് സംഭവിക്കും, ആരാരുടെ കയ്യിൽ അകപ്പെടും എന്ന രീതിയിലുള്ള ഒരു ചേസിംഗ് സിനിമയിലുടനീളമുണ്ട്. മറ്റൊരു ഭാഗത്ത് നായകനും നായികയും തമ്മിലുള്ള ഇമോഷണൽ രംഗങ്ങളും സൈഡ് ബൈ സൈഡായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും പിന്നീട് അത് നീറ്റായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു ട്വിസ്റ്റുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. അത് ചിലർക്ക് വലിയ ട്വിസ്റ്റായി തോന്നാം, ചിലർക്ക് ഞാനിത് ആദ്യമേ ഊഹിച്ചിരുന്നു എന്നും തോന്നാം. ഈ സിനിമയിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലെ പ്രമേയം, അതായത് നായിക സാക്ഷി പറഞ്ഞ് നായകനെ ജയിലിലാക്കിയതും നായകൻ പകരം വീട്ടാൻ വരുന്നതും പുതിയതായി ഒന്നുമില്ല എന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ച ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാവുന്ന ഒരു തിരക്കഥയാണിത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരിടത്തും സിനിമയിലില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു കമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ ആയതുകൊണ്ട് ലോജിക്ക് നോക്കരുത്. സിനിമയിൽ ലോജിക്ക് തീരെയില്ല. ഒരു പരവേശമുണ്ടാക്കാൻ വേണ്ടി പലയിടത്തും സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് ഇവർ ഇഷ്ടത്തിന് എഴുതിയിട്ടുണ്ട്. എനിക്ക് നായകന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അവർ പ്രണയിക്കുന്ന കാലത്ത് നായിക നന്നായി കാർ ഓടിക്കും, നായകനെ അത് പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോൾ 4 തവണ ഓടിച്ചാലും 4 തവണയും നായകൻ വണ്ടി ഇടിക്കുമായിരുന്നു. 13 വർഷം ജയിലിൽ പോയി വന്നിട്ടും അയാൾക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചോ എന്ന് നോക്കിയാൽ അവിടെ ഒരു കോമഡി സീൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ രംഗത്തെ ഇമോഷണലായി മാറ്റാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, വലിയ പ്രതീക്ഷകളില്ലാതെ പോയാൽ ഒരു തവണ കാണാവുന്നതാണ്. സെൻസർ ബോർഡ് UA13+ സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഇതൊരു കിസ്സിംഗ് സീനും ചില സെൻസിറ്റീവ് രംഗങ്ങളും ഉള്ളതിനാൽ ഇത് UA16+ ആണെന്ന് ഞാൻ പറയും. ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.